ദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് വിഭൂതിയോഗം 10ാമത്തെ അധ്യായമാണ്. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ വായിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വിഭൂതിയോഗത്തിൽ 10ാമത്തെ അധ്യായത്തിൽ 37ാമത്തെ ശ്ലോകം വരെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. വൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയ മുനീനാം അപ്യഹം വ്യാസ കവീനാം ഉശനാകവി. ഇന്ന് നമ്മൾക്ക് അടുത്ത ശ്ലോകം 38ാമത്തെ ശ്ലോകം 39ാമത്തെ ശ്ലോകം വായിക്കാം. 39ാമത്തെ ശ്ലോകം വരെ ആണ് ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് പറയുന്നത്. അതിനുശേഷം ആ വിഭൂതികളെ ചുരുക്കി പറയുകയാണ് അടുത്ത 2 ശ്ലോകങ്ങളിൽ. എന്താണ് വിഭൂതി എന്ന് 41ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഇനി എല്ലാ വിഭൂതികളെയും ചേർത്ത് ചുരുക്കത്തിൽ ഭഗവാൻ അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞ് ഈ അധ്യായം ചുരുക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് 38ാമത്തെ ശ്ലോകം വായിക്കുന്നതിന്റെ മുന്നേ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നിന്ന്, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലായത് എന്നൊന്ന് പറയുക. അതിനുശേഷം നമ്മൾക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. വായിക്കട്ടെ. ലതാ മാതാജി പറഞ്ഞോളൂ. വിഭൂതി യോഗം ശ്ലോകം 35. വേദങ്ങളിൽ വെച്ച് സാമവേദമാണ് പ്രധാനം. സാമവേദം നിറച്ചും ഭഗവാന്റെ കീർത്തനങ്ങളാണ്. ബൃഹത്സാമം ഭഗവാന്റേതാണ്. അത് ആകർഷകമാണ്. അതിൻ്റെതായ ഓരോ പ്രാർത്ഥനയ്ക്കും അതിൻ്റെതായ സമയങ്ങളുണ്ട്. ഛന്ദസ് എന്ന് പറയുന്നത് പ്രത്യേകം വൃത്തങ്ങളാണ്. ചില ശ്ലോകങ്ങൾ ആ വൃത്തത്തിൽ തന്നെ ചൊല്ലണം. ഗായത്രി മന്ത്രം ഈശ്വര സംസ്കാരത്തിനുള്ളതാണ്. ഭഗവാനുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയും. നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഗായത്രി ചൊല്ലണം. ഇത് അതീവ രഹസ്യമാണ്. ഒരു ഗുരുവിൽ നിന്ന് സ്വീകരിക്കണം. ആധ്യാത്മികമായി പുരോഗമിച്ചവരാണ് ഗായത്രി മന്ത്രം ചൊല്ലാൻ അർഹരായവർ. മാസങ്ങളിൽ നവംബർ, ഡിസംബർ മാർഗശീർഷകങ്ങളാണ്. ഋതുക്കളിൽ വസന്തമാണ്. ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഏറ്റവും നല്ല കാലാവസ്ഥ വസന്തകാലമാണ്. വസന്തകാലത്ത് എല്ലാ സസ്യങ്ങളും തഴച്ചു വളരുന്നു. ആ സമയം ഭഗവാന്റെ സാമീപ്യം ഉണ്ടായിരിക്കും. ഋതുക്കളിൽ വെച്ച് ആനന്ദകരവും കൃഷ്ണന്റെ സാമീപ്യവും ഉള്ളതാണ് വസന്തകാലം. വഞ്ചകന്മാരുടെ ചൂതുകളി ഭഗവാനാണ്. ഭഗവാന് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഏത് പ്രവൃത്തിയെയും ഭംഗിയായി ചെയ്യാൻ കഴിയുന്നത് ഭഗവാനാണ്. ചൂതുകളി ഭഗവാന്റെ പ്രതിനിധിയാണ്. പാണ്ഡവർ ചൂതുകളി തോൽക്കാൻ കാരണം യുധിഷ്ഠിരന് പകരം ഭഗവാൻ കളിക്കണമെന്നവർ പറഞ്ഞില്ല. ദുര്യോധനു പകരം ശകുനി കളിക്കാമെന്ന് ദുര്യോധൻ പറഞ്ഞു. തേജസ് പ്രദാനം ചെയ്യുന്നത് ഭഗവാനാണ്. ജയവും ഭഗവാനാണ്. വ്യവസായവും ഭഗവാനാണ്. ശക്തരായവന്റെ കരുത്തും ഭഗവാനാണ്. ഭഗവാനെ ആശ്രയിക്കാതെ ഒന്നും വിജയിക്കില്ല. 1000 തലകളുള്ള കാളിയന്റെ മുകളിൽ നിന്ന് ഭഗവാൻ നൃത്തം ചെയ്തു. തൻ്റെ 3 പാദം കൊണ്ട് 3 ലോകങ്ങളും അളന്നു. 7 വയസ്സുള്ളപ്പോൾ 7 ദിവസം കൊണ്ട് ഗോവർദ്ധനം എടുത്തുയർത്തി. ഭഗവാൻ തന്നെയാണ് സത്ത്. ഭഗവാന്റെ ഭക്തന്മാരും സാഹസികതരായിരുന്നു. ഹനുമാൻ പർവ്വതം കയ്യിൽ എടുത്തുകൊണ്ടുവന്നു. വൃഷ്ടികളിൽ വാസുദേവനായി അവതരിച്ചു. വാസുദേവരുടെ പുത്രനായതിനാൽ വസുദേവനാണ്. ബലരാമനും വസുദേവപുത്രനാണ്. ഭഗവാന് വ്യത്യസ്തമായ അവതാരങ്ങളാണ്. അർജുനൻ ഭഗവാന്റെ പ്രതിനിധിയാണ്. ഭഗവാന്റെ എല്ലാ ജന്മത്തിലും അർജുനൻ കൂടെ ഉണ്ടായിരുന്നു. അർജുനനെ അറിയാഞ്ഞിട്ടല്ല, നമുക്ക് വേണ്ടിയാണ് അർജുനൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അർജുനൻ അജ്ഞാനിയെ പോലെ പെരുമാറിയതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രാധാ മാതാജി. കഴിഞ്ഞ
ശ്ലോകങ്ങളിലെ വ്യത്യസ്തമായിട്ടുള്ള പോയിന്റുകൾ മാതാജി പറഞ്ഞു. താങ്ക് യു രാധ മാതാജി. യെസ്, കൂടുതലായിട്ട് എന്തെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടോ വേറെ ആർക്കെങ്കിലും? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടോ? പ്രഭുജി. യെസ്, മാതാജി പറഞ്ഞോ. ശ്രീകൃഷ്ണ പ്രഭുജി, കവികളിൽ വ്യാസദേവൻ ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കലിയുഗത്തിലെ ആളുകൾക്ക് ഓർമ്മശക്തി കുറവായതുകൊണ്ട് ആണ് വ്യാസ ഭഗവാൻ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അസുരന്മാരെ നേർവഴിക്ക് നയിക്കുന്ന ശുക്രാചാര്യർ അതും ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞു. 37ാമത്തെ ശ്ലോകത്തിൽ ഈ 2 പോയിന്റ് കൂടി ഉണ്ട്. മുനീനാമപ്യഹം വ്യാസ കവീനാം കവി എന്നുകൂടി ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ വായിക്കാം. ആദ്യം 38ാമത്തെ ശ്ലോകം, 38, 39 ഒരുമിച്ച് വായിച്ചോളൂ. അതിനുശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ആരാണ് വായിക്കുന്നത്? ഓക്കെ, അജിത് പ്രഭുജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 10, യോഗം, ശ്ലോകം നമ്പർ 38. ഇവിടെ പ്രഭുപാഠിച്ചിരിക്കുന്നത് എന്തോ ഗമയതാമസ്മിൻ മൗനം ചൈവാഗ്നിരുദ്യാനാം ആനന്ദാനവതാമസം. നിയമരാഹിത്യങ്ങളെ അടിച്ചമർത്തുന്ന പദ്ധതികളിൽ ബന്ധം, ശിക്ഷ, വിജയം പ്രാപിക്കുന്നവരുടെ നീതി എന്നിവയിൽ ബോധ്യങ്ങളിൽ മൗനവും ജ്ഞാനികളുടെ ജ്ഞാനവും ജ്ഞാനാണ്. ദുഷ്കൃതികളെ അടിച്ചമർത്തുവാൻ വിവിധ ഉപാധികളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനം ബന്ധനമാണ്. അപകടങ്ങൾക്കെതിരെയുള്ള ശിക്ഷാനിർവഹണം കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്നു. പ്രവർത്തനങ്ങൾക്ക് വിജയമെത്തിക്കുന്നവരിൽ നേരിട്ടാണ് പ്രാധാന്യം. ശ്രവണം, മനനം എന്നീ അതിരഹസ്യമായ കാര്യങ്ങളിൽ ശ്രേഷ്ഠത മൗനത്തിലാണ്. മൗനം കൊണ്ട് അതിവേഗം പുരോഗമിക്കാം. ഭൗതിക പദാർത്ഥത്തിനും ആത്മാവിനും തമ്മിലുള്ള, അതായത് ഈശ്വരന്റെ ഉത്തമ അധമ പ്രകൃതികൾ തമ്മിലുള്ള വ്യത്യാസമെന്തെന്നറിയുന്നവനത്രേ ജ്ഞാനി. ആ ജ്ഞാനം കൃഷ്ണൻ തന്നെ. ശ്ലോകം നമ്പർ 39. സർവഭൂതാനാം അല്ലയോ അർജുന, സർവഭൂതങ്ങളുടെയും ആദിബീജമാണ് ഞാൻ. എന്നെ കൂടാതെ പരാചരങ്ങളിൽ ഒന്നിനെ നിലനിൽക്കില്ല. വേറൊന്നിനുമുണ്ട് ഒരു കാരണം. ആ കാരണം ആയുഷ്കാലത്തിന്റെ കൃഷ്ണനാണ്. കൃഷ്ണന്റെ ശക്തിയില്ലെങ്കിൽ മറ്റൊന്നിനും നിലനിൽക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സർവശക്തിയെന്ന് ചെയ്യുന്നത്. കൃഷ്ണശക്തിയിൽ അടിയുറച്ചു നിൽക്കാത്തതെന്തും മായയായിട്ട് അറിയപ്പെടുന്നു. ഇല്ലാത്തതെന്തോ അതെന്നർത്ഥം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു അജിത് പ്രഭുജി. ഹരേ കൃഷ്ണ. എന്താണ് ഭഗവാൻ പറയുന്നത്? ദണ്ഡോ ദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. ദണ്ഡോ ദമയതാമസ്മി. ഭഗവാൻ ദണ്ഡമാണ് എന്ന് പറയും. ശിക്ഷ. കുറ്റം ചെയ്തവരെ, നിയമരാഹിത്യങ്ങളെ അടിച്ചമർത്തുന്ന ദണ്ഡം, ആ ശിക്ഷ നൽകുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കും. അപ്പം അക്രമികളെ അടിച്ചമർത്തുക എന്നുള്ളത് യഥാർത്ഥമായിട്ടുള്ള രീതിയാണ്, ഭരണകർത്താക്കൾ ചെയ്യേണ്ടതാണ്. അല്ലാതെ അക്രമികളോട് ഉപദേശം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അക്രമികൾക്ക് ഉപദേശങ്ങൾ നൽകിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവരെ ആയുധങ്ങൾ എടുത്ത് അടിച്ചമർത്തുകയാണ് വേണ്ടത്. ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളുകളുണ്ടാവും സമൂഹത്തിൽ. അവർക്ക് ഉപദേശം നൽകിയത് കൊണ്ട് അവരുടെ സ്വഭാവം മാറ്റുന്നില്ല. അവർ പൂർണ്ണമായിട്ടും ശരീരബോധത്തിലായതുകൊണ്ട് ശരീരത്തിൽ ശിക്ഷ ഏൽക്കുമ്പോൾ മാത്രമേ അവർക്ക് മാറ്റം ഉണ്ടാകൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ദണ്ഡം,
ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ശിക്ഷ അത് ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് നമ്മൾ ശിക്ഷ നടപ്പിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്രിമിനലിസം, ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത്, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതൊക്കെ സമൂഹത്തിൽ കുറയുകയുള്ളൂ. മാതൃകാപരമായിട്ട് ശിക്ഷ ഒരു വ്യക്തിക്ക് നൽകുന്ന സമയത്ത് മറ്റുള്ളവർക്കും ഭയമുണ്ടാകും, തനിക്കും ഇതേപോലെ ശിക്ഷ ലഭിക്കും എന്നുള്ള ഭയമുണ്ടാകും. അങ്ങനെയാണ് ക്രിമിനൽ വാസനകളെ അടിച്ചമർത്താൻ സാധിക്കുന്നത്. അല്ലാതെ അവർക്ക് ഉപദേശങ്ങൾ നൽകിയത് കൊണ്ട് പ്രയോജനമില്ല. അങ്ങനെയുള്ള ആ ദണ്ഡം, അതിനുപയോഗിക്കുന്ന ദണ്ഡം, ശിക്ഷ, അത് ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കും. അല്ലെ, ഭാഗവതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പരീക്ഷിത്ത് മഹാരാജാവ് ഒരു കറുത്ത മനുഷ്യൻ പശുവിനെ ഉപദ്രവിക്കുന്ന സമയത്ത്, ആ സമയത്ത് തന്നെ പരീക്ഷിത്ത് മഹാരാജാവ് വാളെടുത്ത് ആ വ്യക്തിയെ വധിക്കാൻ പോയി. അപ്പൊ അതിന് ആരോടും ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, അതിന് കോടതിയിൽ പോയി കേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നീട് വാദങ്ങൾ, പ്രതിവാദങ്ങൾ, അങ്ങനെ കാലം കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു വ്യക്തി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശിക്ഷിക്കാനുള്ള അവകാശം രാജാവിനുണ്ടായിരുന്നു, ദണ്ഡം. അങ്ങനെയാണ് ക്രിമിനലിസത്തിനെ ഇല്ലാതാക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നുണ്ട്, വലിയ തെറ്റുകൾ ചെയ്താൽ പോലും അവരെ ശിക്ഷിക്കാൻ ആർക്കും സാധിക്കുന്നില്ല, പോലീസിനോ കോടതിക്കൊന്നും സാധിക്കുന്നില്ല. അവരോട് നല്ല രീതിയിൽ പെരുമാറണമെന്നാണ് ഗവൺമെന്റ് പോലും പറയുന്നത്. അതുകൊണ്ട് ക്രിമിനൽസിന് വളരെയധികം സുഖമായിട്ട് നടക്കാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ കാലത്ത് കിട്ടുന്നുണ്ട്. അതല്ല യഥാർത്ഥത്തിൽ ഭഗവാന്റെ നീതി. ഭഗവാൻ പറയുന്നു, ദണ്ഡോ ദമേധാമസ്മി, ശിക്ഷിക്കണം, അവരെ യഥാർത്ഥത്തിൽ ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ആ ശിക്ഷ ഭഗവാൻ തന്നെയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ വിജയം കാക്ഷിക്കുന്നവരുടെ നീതി, നീതിരശ്മി ജിഗീഷതാം എന്ന് പറഞ്ഞിരിക്കുന്നു. നീതിയായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. മൗനം ചൈവാസ്മി ഗുഹ്യാനാം എന്ന് പറഞ്ഞിരിക്കുന്നു. മൗനവും ഭഗവാൻ തന്നെ, രഹസ്യങ്ങളിൽ രഹസ്യമായിട്ടുള്ള ആ മൗനവും ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് ശീലപ്രഭാതര് എന്താണ് മൗനം എന്ന് വിശദീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മൗനം എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് മൗനം എന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത്, അല്ലെ? സാധാരണഗതിയിൽ മൗനം എന്ന വാക്ക് അതിനാണ് ഉപയോഗിക്കുന്നത്. സംസാരിക്കാതിരിക്കുക, മൗനം പാലിക്കുക, മൗനവ്രതം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം മുഴുവൻ മിണ്ടാതിരിക്കും. പക്ഷേ ഭക്തന്മാരുടെ മൗനം എന്താണ്? ഭഗവാനെ കുറിച്ച് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് മൗനം. മൗനത്തിന്റെ മറ്റൊരു അർത്ഥം. ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നത് മൗനരാഹിത്യമല്ല, അതും മൗനം തന്നെയാണ്. ഭൗതിക വിഷയങ്ങൾ സംസാരിക്കുന്നതാണ് മൗനരാഹിത്യം. ഇപ്പൊ മൗനം പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് 24 മണിക്കൂറും ഭഗവാനെ കുറിച്ച് സംസാരിക്കാം, കാരണം അത് ഭൗതികമായിട്ടുള്ള വിഷയമല്ല. ഭഗവാനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നതും മൗനമാണ്, അത് ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം, ജ്ഞാനികളിൽ ജ്ഞാനമായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പൊ എന്താണ് ജ്ഞാനം എന്ന് ശീലപ്രഭാതർ പറയുന്നുണ്ട്. എന്താണ് ജ്ഞാനം? ആത്മീയമായിട്ടുള്ള ശക്തിയെയും ഭൗതികമായിട്ടുള്ള ശക്തിയെയും വേർതിരിച്ചറിയാനുള്ള കഴിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആത്മീയമായിട്ടുള്ള ശക്തിയും ഭൗതികമായിട്ടുള്ള ശക്തിയും, ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കുക, അതാണ് ജ്ഞാനം, അല്ലെ? മറ്റുള്ള ഇൻഫർമേഷൻസ് അല്ല ജ്ഞാനം. ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നതാണ് ജ്ഞാനം എന്ന് ശീലപ്രഭാതർ ഭാവാർത്ഥത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ആ ജ്ഞാനം ഭഗവാൻ തന്നെ നൽകുന്നതാണ്, അല്ലെ? ഭഗവാൻ ജ്ഞാനം നൽകിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഈ തിരിച്ചറിവുകൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. 39-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യച്ഛാഭി സർവഭൂതാനാം ബീജം തദഹം അർജുന ന തദസ്തി വിനായസ്യാൻ മയാഭൂതം ചരാചരം. യച്ഛാഭി സർവഭൂതാനാം ബീജം തദഹം അർജുന, എല്ലാ ജീവജാലങ്ങളുടെയും ബീജമായിട്ടിരിക്കുന്നത്, ഉറവിടമായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്ന് പറയും. അഹം ബീജപ്രദപിത എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ അംശമാണ്. ഭഗവാനിൽ നിന്നാണ് എല്ലാവരും വന്നിട്ടുള്ളത്. ഭഗവാനാണ് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും പിതാവ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാറ്റിനെയും ഉറവിടമായിട്ടിരിക്കുന്ന, മനുഷ്യരുടെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും ദേവന്മാരുടെയും ഒക്കെ ഉറവിടമായിട്ടുള്ള
ആ വ്യക്തി ഭഗവാനാണ്. ബീജം തഥാം അർജുന ന തദസ്തി വിനായസ്യാൻ മയാ ഭൂതം ധരം. ഭഗവാനില്ലാതെ, ഭഗവാന്റെ ശക്തി ഇല്ലാതെ ഒരു ജീവനും നിലനിൽപ്പില്ല എന്ന് പറയും. കാരണം എന്താണ്? നമ്മളിവിടെ കാണുന്നതും അനുഭവിക്കുന്നതും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളാണ്. ഭൗതിക ശക്തിയായാലും ആത്മീയ ശക്തിയായാലും രണ്ടും ഭഗവാന്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളാണ്. 7ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലെ? ഭൂമിരാപോ അനലോ വായു ഘം മനോബുദ്ധിരേവച്ച അഹങ്കാരം ഇതീയമേ ഭിന്നാ പ്രകൃതി അഷ്ടധ. പഞ്ചഭൂതങ്ങള്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എല്ലാം ഭഗവാന്റെ അധമശക്തി, ഭൗതിക ശക്തിയാണ്. അപ്പൊ നമ്മളിവിടെ കാണുന്നതൊക്കെ ഇത് മാത്രമാണ്. ഈ 8 വസ്തുക്കൾ മാത്രമേ ഈ ലോകത്തിൽ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന ഏത് വസ്തുവും ഈ 8 വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, പിന്നീട് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇങ്ങനെയുള്ള വസ്തുക്കൾ അത് ഭഗവാന്റെ തന്നെ ശക്തിയാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ ശക്തി നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ജീവശക്തിയും ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ ശക്തിയാണ്. ഭൗതിക ശക്തിയും ഭഗവാന്റെ ശക്തിയാണ്. അപ്പൊ നമ്മൾ ആത്മീയ ലോകത്ത് നിൽക്കുകയാണെങ്കിലും ഭൗതിക ലോകത്ത് നിൽക്കുകയാണെങ്കിലും രണ്ടിലും ഭഗവാന്റെ ശക്തിയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഭഗവാന്റെ ശക്തി കൂടാതെ നമ്മൾക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. എല്ലാം കൃഷ്ണശക്തിയിലാണ് ഉറച്ചു നിൽക്കുന്നത്. പക്ഷെ അതിനെ മറക്കുന്നതാണ് മായ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കൃഷ്ണശക്തിയിലാണ് നിൽക്കുന്നത്, പക്ഷെ അത് മറന്നു പോകുന്നതാണ് മായ. മായാഹി അന്ധകാരം. അന്ധകാരത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. കൃഷ്ണ സൂര്യസമ. ആ കൃഷ്ണന്റെ ജ്ഞാനം, കൃഷ്ണനിൽ നിന്നുള്ള ജ്ഞാനം സ്വീകരിക്കുമ്പോഴാണ് നമ്മൾക്ക് സത്യം മനസ്സിലാകുന്നത്. അപ്പൊ ഭഗവാനെ മറന്ന് ഭഗവാന്റെ ശക്തിയിൽ നിൽക്കുന്നതാണ് മായ എന്ന് പറയുന്നത്. മായാഹി അന്ധകാരം. യെസ്, അടുത്ത ശ്ലോകം കൂടി നമുക്ക് വായിക്കാം. 40ാമത്തെ ശ്ലോകം കൂടി വായിച്ചോളൂ. 40ഉം 41ഉം വായിച്ചോളൂ. യെസ്, ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ വായിച്ചോട്ടെ? ഹരേ കൃഷ്ണ പ്രഭുജി, വായിച്ചോട്ടെ? വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ ഏഷ തോദ്ദേശത പ്രോക്തോ വിഭൂതേർവിസ്തരോ മയാ. വിവർത്തനം. ശത്രുക്കളെ ജയിക്കുന്നവനെ, എന്റെ ദിവ്യ വിഭൂതികൾക്ക് അവസാനമില്ല. ഞാൻ പറഞ്ഞതാകട്ടെ എന്റെ അനന്തമായ വിഭൂതികളുടെ ഒരു സൂചന മാത്രമാണ്. ഭാവാർത്ഥം. വൈദിക സാഹിത്യങ്ങൾ പറയുന്നത് പോലെ ഭഗവാന്റെ വിഭൂതികളും ശക്തിവിശേഷങ്ങളും നാനാപ്രകാരത്തിൽ അറിയപ്പെടുന്നുവെങ്കിലും അവ എണ്ണിയാൽ തീരാത്തതാണ്. തന്മൂലം എല്ലാ വിഭൂതികളും ശക്തികളും വിവരിക്കപ്പെടുന്നില്ല. അർജുനന്റെ ജിജ്ഞാസ ശമിപ്പിക്കാൻ വേണ്ടി ചിലതിവിടെ ചൂണ്ടിക്കാണിക്കുന്നതേയുള്ളൂ. ശ്ലോകം 41. യദ് വിഭൂതി മത്സത്വം ശ്രീമദ്ദൂർജിതമേവ വാ തത്തത് ഏവാവഗച്ഛത്വം മമ തേജോംശ സംഭവം. വിഭൂതിമത്തും സുന്ദരവും തേജസ്സുറ്റതുമായ ഏതൊരു സൃഷ്ടിയും എന്റെ തേജസ്സിന്റെ ഒരു കണികയിൽ നിന്ന് ഉത്ഭവിച്ചത് തന്നെ എന്ന് മനസ്സിലാക്കുക. ഭാവാർത്ഥം. ആധ്യാത്മിക ലോകത്തിലായാലും ഭൗതിക ലോകത്തിലായാലും തേജസ്സുറ്റതും സുന്ദരവും ഐശ്വര്യപൂർണവുമായിട്ടുള്ളത് എന്തും ഭഗവത് വിഭൂതിയുടെ ഒരു അംശാവിഷ്കാരമാണ്. അസാമാന്യമാം വിധം ഐശ്വര്യവത്തായത് ഏതൊന്നും കൃഷ്ണന്റെ വിഭൂതിക്ക് പ്രാതിനിധ്യം വഹിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു നളിന മാതാജി. ഹരേ കൃഷ്ണ. യെസ്, എന്താണ് ഭഗവാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്? ഭഗവാൻ മുഴുവൻ വിഭൂതികളെയും വിശദമായിട്ട് പറഞ്ഞു തരണം എന്നാണ് അർജുനൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ? വിസ്തരസ്യമേ, അങ്ങയുടെ വിഭൂതികൾ വിസ്തരിച്ച് എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് എന്നാണ് അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഭഗവാൻ ഇവിടെ പറയുന്നു, വിസ്തരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അവസാനമില്ല. നാന്തോസ്തി മമ ദിവ്യാനാം, എന്റെ ദിവ്യമായിട്ടുള്ള വിഭൂതികൾക്ക്. ഭഗവാന്റെ വിഭൂതികളെല്ലാം ദിവ്യമാണ്, അതീന്ദ്രിയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തമ.
വിഭൂതികൾ വിസ്തരിക്കുകയാണെങ്കിൽ അത് അവസാനിക്കുന്നില്ല. ഇവർ യുദ്ധഭൂമിയിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അധികം വിഭൂതികൾ പറയാൻ സമയമില്ല. ഇപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള 74ഓളം വിഭൂതികൾ, എത്രയാണ് ഭഗവാന്റെ വിഭൂതികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 74 എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇനിയും ഒരുപാട് അനന്തമായിട്ടുള്ള വിഭൂതികൾ ഭഗവാനുണ്ട്. ഭഗവാൻ അനന്തമായിട്ടുള്ള രൂപവും ഉണ്ട്, അല്ലെ? ഭഗവാൻ എത്ര അവതാരമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഭഗവാൻ എത്ര അവതാരമാണുള്ളത്? 10 അവതാരം. യെസ്, നമ്മൾ പറയും ഭഗവാന് 10 അവതാരമാണുള്ളത്. പക്ഷെ യെസ്, യഥാർത്ഥത്തിൽ ഭഗവാന് അസംഖ്യം അവതാരമുണ്ട്. രാമാദിമൂർത്തിഷു കലാ നിയമേന തിഷ്ഠൻ നാനാവതാരമകരോ ഭുവനേഷുകിൻ എന്നാണ് പറയുന്നത്. നാനാവതാരം, എത്രയോ അവതാരങ്ങളുണ്ട്. അനന്തരൂപം, അദ്വൈതം അച്യുതം അനാദിം അനന്തരൂപമാണ് ഭഗവാൻ, അല്ലെ? അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഭാഗവതത്തിലും ബ്രഹ്മസംഹിതയിലൊക്കെ പറയുന്നത് ഭഗവാൻ അനന്തരൂപനാണ്, ഭഗവാൻ നാനാവതാരനാണ്. കടലിൽ എത്ര തിരമാലയുണ്ട് എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഭഗവാൻ എത്ര അവതാരമുണ്ട് എന്ന് ചോദിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഭഗവാൻ എത്ര വിഭൂതിയുണ്ട് എന്ന് ചോദിക്കുന്നത്. ഭഗവാന്റെ വിഭൂതികൾക്ക് എണ്ണമില്ല എന്നിവിടെ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. നാന്തോസ്തി മമദിവ്യാനാം വിഭൂതീനാം പരന്തവ. അപ്പൊ നമ്മൾക്ക് ഒരിക്കലും ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഒരു ദിശയിലും ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നില്ല. ഒരു ജീവാത്മാവിന്റെ കഴിവ് അത്രയേ ഉള്ളൂ. ഭഗവാനെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു വലിയ വിഡ്ഢിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ? ഭഗവാനെ കുറിച്ച് അറിയുന്തോറുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവാനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യം. ഭഗവാൻ തന്നെ ഇവിടെ പറയുന്നു ഭഗവാന്റെ വിഭൂതികൾക്ക് അവസാനമില്ല എന്ന് പറഞ്ഞു. ഏഷതുദേശത പ്രോക്തോ വിഭൂതേർ വിസ്തരോ മയാം. നിന്റെ അനന്തമായ വിഭൂതികളുടെ ഒരു സൂചന മാത്രമാണിത്. ഇതുവരെ പറഞ്ഞത് എന്താണ്? ഈ വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറയുന്നത് എന്താണ്? ഭഗവാന്റെ എല്ലാ വിഭൂതികളെ കുറിച്ചും അല്ല പറയുന്നത്, ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചുള്ള ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ് ഭഗവാൻ തന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഭഗവാന്റെ വിഭൂതി എന്നുള്ളൊരു സൂചന ഭഗവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത്, അല്ലെ? കുറച്ചും കൂടി കൂടുതലായിട്ട് വിഭൂതികൾ നമ്മൾക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. അതും അവസാനമല്ല, അതിലും കൂടുതൽ എത്രയോ ധാരാളം വിഭൂതികൾ ഭഗവാനുണ്ട്. അതിനൊന്നും ഒരു അവസാനവുമില്ല എന്നാണ് പറയുന്നത്, അല്ലെ? ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചും ഭഗവാന്റെ ഐശ്വര്യത്തെക്കുറിച്ചുമാണ് 1000 നാവുള്ള അനന്തൻ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എത്രയോ കാലമായിട്ട്, അനന്തകാലമായിട്ട് അനന്തൻ അങ്ങനെ വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അതിന് അനന്തന് ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് വർണ്ണിച്ചു തീർക്കാൻ സാധിക്കുന്നില്ല. അത്രയ്ക്കും അനന്തമാണ് ഭഗവാന്റെ വിഭൂതികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ കാര്യം ഭഗവാനും ഇവിടെ പറയുന്നു. ഇനി എന്താണ് വിഭൂതി എന്നുള്ള കാര്യം 41-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. യദ്യത് വിഭൂതിമത്സത്വം ശ്രീമദ് ഊർജിതമേവ തത്തത് ഏവാവഗച്ഛത്വം മമ തേജോംശ സംഭവം. നമ്മൾക്ക് പൊതുവായിട്ട് വിഭൂതിയെ കുറിച്ചൊരു ധാരണ ഭഗവാൻ ഇതിൽ പറഞ്ഞതിൽ കൂടാതെയും ധാരാളം വിഭൂതികൾ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നുണ്ടാവും. അതൊക്കെ ഭഗവാന്റെ വിഭൂതികളായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. വിഭൂതിമത്വം സുന്ദരവും തേജസ്സുറ്റതുമായ ഏതൊരു സൃഷ്ടിയും എൻ്റെ തേജസ്സിന്റെ ഒരു കണികയിൽ നിന്ന് ഉദ്ഭവിച്ചത് തന്നെ എന്ന് മനസ്സിലാക്കുക. പ്രത്യേക ഐശ്വര്യമുള്ള വസ്തുക്കൾ, പ്രത്യേക സൗന്ദര്യമുള്ള വസ്തുക്കൾ, അതിബൃഹത്തായിട്ടുള്ള വസ്തുക്കൾ, ആകർഷിക്കുന്ന വസ്തുക്കൾ, ഇതെല്ലാം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം എന്ന് ജനറലായിട്ട് ഭഗവാൻ ആ വിഭൂതികൾക്ക് ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. യെസ്, അപ്പൊ ഇത്രയും വിഭൂതികളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. ഇനി ഇതുവരെ പറഞ്ഞ എല്ലാ വിഭൂതികളെയും ചുരുക്കി ഒറ്റ ശ്ലോകത്തിൽ ഭഗവാൻ 42-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. യെസ്, സമയമുണ്ട്, നമുക്ക് ആ 42-ാമത്തെ ശ്ലോകം കൂടി വായിക്കാം. ഹരേ കൃഷ്ണ. 42-ാമത്തെ ശ്ലോകം വായിച്ചോളൂ. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്ത് എന്നാണ് പറയുന്നത്. യെസ്, വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ.
യെസ്, സ്മിത അംബിക മാതാജി മാതാജി. വായിക്കുന്നുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് സ്മിത മാതാജി. ഹരേ കൃഷ്ണ, ഞാൻ വായിക്കാൻ തോന്നി. ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവ അർജുന ഇഷ്ടഭ്യാഹമിദം കൃഷ്ണം ഏകാംശേനാസ്തിദോ ജഗത്. വിവർത്തനം. അല്ലെങ്കിൽ അർജുന, ഇനിയും വിശദമായി ഇതെല്ലാം അറിഞ്ഞിട്ട് എന്ത് വേണം? എന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത്. ഭാവാർത്ഥം. ശ്രീലപ്രഭാതിക്ക് ഈ ഭൗതിക ലോകത്തിലെ എല്ലാറ്റിന്റെയും ഉള്ളിൽ പ്രവേശിക്കുന്ന പരമാത്മാവ് പരമപുരുഷനെ പ്രതിനിധീകരിക്കുന്നു. എപ്രകാരമാണ് എല്ലാം വെവ്വേറെ ഐശ്വര്യത്തോടു കൂടി നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു. കൃഷ്ണൻ പരമാത്മ സ്വരൂപിയായി അവയിൽ ഉൾപ്പൂകി ഭൂതജാലങ്ങളെ നിലനിർത്തുന്നുവെന്നറിഞ്ഞാൽ മതി. ഏറ്റവും വലിയ ജീവസത്തയായ ബ്രഹ്മാവ് മുതൽക്ക് നെയ്യുറുമ്പ് വരെ ഏത് ജീവാത്മാവിനെയും പുലർത്തിപ്പോരുന്നത് അവരിൽ അന്തർഗതനായ ഭഗവാൻ തന്നെ. ഏതു ദേവനെ ആരാധിച്ചാലും പരമപദത്തിൽ അഥവാ ഭഗവാനിൽ എത്തിച്ചേരാമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ദേവശ്രേഷ്ഠന്മാരായ ബ്രഹ്മാവിനും ശിവനും കൂടി ഭഗവത് വിഭൂതികളുടെ ചെറിയൊരു അംശത്തിന്റെ പ്രാതിനിധ്യമേ ഉള്ളൂ എന്നതിനാൽ ഈ ശ്ലോകത്തിൽ ദേവതകളെ ആരാധിക്കുന്നത് പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തുന്നു. കൃഷ്ണനാണ് ഏവരുടെയും ഉദ്ഭവസ്ഥാനം. അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായി ആരുമില്ല. അദ്ദേഹം അസമൂർദ്ധനാണ്. അവിടുത്തേക്കാൾ ശ്രേഷ്ഠനോ അദ്ദേഹത്തോട് തുല്യനോ ആയി ആരുമില്ല. കൃഷ്ണനെ ദേവന്മാരോട്, ബ്രഹ്മാവോ ശിവനോ ആകട്ടെ, തുല്യനായി കരുതുന്നവർ ഉടൻ തന്നെ വിശ്വാസിയായി ഭവിക്കുമെന്നാണ് പത്മപുരാണം പറയുന്നത്. ഭഗവത് ശക്തിയുടെ വിഭൂതികളുടെയും വിസ്തരണങ്ങളുടെയും വിവരണം സശ്രദ്ധം പഠിച്ചാൽ ശ്രീകൃഷ്ണന്റെ സ്ഥാനം എന്തെന്ന് സംശയലേശമെന്നെ പൂർണ്ണമായും ഗ്രഹിക്കാനും അദ്ദേഹത്തിൽ മനസ്സ് ഏകാഗ്രമായി ഉറപ്പിക്കുവാനും കഴിയും. തന്റെ ഭാഗിക പ്രതിനിധിയും സർവ അന്തര്യാമിയുമായ പരമാത്മാവിന്റെ രൂപത്തിൽ കൃഷ്ണൻ എങ്ങും വ്യാപിച്ചു നിൽക്കുന്നു. അതിനാൽ വിശുദ്ധ ഭക്തൻ സേവനോത്സുകനായി കൃഷ്ണാവബോധത്തിൽ മനസ്സ് സ്ഥിരീകരിച്ച് എല്ലായ്പ്പോഴും അതീന്ദ്രിയ അവസ്ഥയിൽ ജീവിക്കും. ഈ അധ്യായത്തിലെ 8 മുതൽ 11 വരെ ശ്ലോകങ്ങൾ കൃഷ്ണ ആരാധനയെയും ഭക്തിയുടെ സേവനത്തെയും വിശദമായി വിവരിക്കുന്നുണ്ട്. അതാണ് ശുദ്ധമായ ഭക്തിയുടെ സേവനം. ഭഗവാനുമായി പരിപൂർണ ഭക്തിപൂർവകമായ സമ്പർക്കം നേടേണ്ടത് എങ്ങനെയെന്ന് ഈ അധ്യായം നിർദ്ദേശിക്കുന്നു. കൃഷ്ണനിൽ നിന്നുള്ള ശിഷ്യ പരമ്പരയിൽ ഉൾപ്പെട്ട ശ്രീ ബലദേവ വിദ്യാഭൂഷണൻ എന്ന മഹാചാര്യൻ ഈ അധ്യായത്തിന് എഴുതിയ ഭാഷ്യം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. യച്ഛക്തിലേശാത് സൂര്യാദ്യ ഭവന്ത്യ അത്യുഗ്ര തേജസാ യദംശേന ധൃതം വിശ്വം സ കൃഷ്ണോ ദശമേ അർച്യതേ. കൃഷ്ണന്റെ മഹാവിഭൂതിയിൽ നിന്നാണ് സൂര്യന് പോലും ഉഗ്ര തേജസ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അംശം കൊണ്ടാണ് പ്രപഞ്ചം നിലനിന്നു പോരുന്നതും. അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാധ്യനാകുന്നു. വിഭൂതി യോഗം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 10-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു അംബിക മാതാജി. ഹരേ കൃഷ്ണ. യെസ്, ഇപ്പം ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ വിഭൂതികളെയും ഭഗവാൻ ഒരുമിച്ച് ചേർത്ത് ഈ ഒരൊറ്റ ശ്ലോകത്തിൽ പറയുകയാണ്. അർജുനോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവ അർജുന. അല്ലെങ്കിൽ അർജുന, ഇങ്ങനെ വിശദമായിട്ട് ഓരോരോ വിഭൂതികളെ കുറിച്ച് എടുത്തു പറയുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് എന്താണ് കാര്യം? അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവ അർജുന, നീ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി എന്നാണ് പറയുന്നത്. എന്താണ്? വിഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഭഗവാൻ വിഷ്ടഭ്യാഹം, വിഷ്ടഭ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്തരിച്ച് നിൽക്കുന്നു എന്നാണ്, വ്യാപിച്ചു നിൽക്കുന്നു. ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ചമല്ല, ഈ ജഗത്ത് മുഴുവൻ, ജഗത്ത് എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിനെ മുഴുവനെ ആണ് ഉദ്ദേശിക്കുന്നത്. കോടാനുകോടി പ്രപഞ്ചങ്ങളുള്ള മുഴുവൻ ഭൗതിക ലോകത്തിനെയുമാണ് ജഗത്ത് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ജഗത്ത് മുഴുവൻ ഭഗവാൻ വ്യാപിച്ചു നിൽക്കുന്നു. വിഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഭഗവാൻ എല്ലാ സ്ഥലത്തും, അണ്ഡാന്തരസ്ഥം പരമാണു ജയാന്തരസ്ഥം എന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്. എല്ലാ ആറ്റത്തിനകത്തും ഭഗവാൻ പ്രവേശിക്കുന്നുണ്ട്. അങ്ങനെ ഈ ജഗത്ത് മുഴുവൻ ഭഗവാൻ വ്യാപിച്ചു നിൽക്കുന്നുണ്ട്. ഭഗവാന്റെ ശക്തി തന്നെയാണ് എല്ലാം, ഈ ജഗത്ത് മുഴുവൻ എന്ന് പറയുന്നു. മാത്രമല്ല ആ ശക്തി, ഭഗവാന്റെ എത്ര ശക്തിയാണ്? ഭഗവാന്റെ ചെറിയൊരു ശക്തി മാത്രമാണ് ഈ ജഗത്തിലുള്ളത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ മുഴുവൻ ശക്തിയും എടുത്ത് ഭഗവാൻ ഈ ജഗത്തിനെ സൃഷ്ടിച്ചതല്ല.
ഭഗവാന്റെ ശക്തിയുടെ ഒരു അംശം മാത്രമാണ് ഈ ജഗത്തിനെ നിലനിർത്തുന്നത് എന്നാണ് പറയുന്നത്. ഏകാംശേന സ്ഥിതോ ജഗത് എന്നാണ് പറയുന്നത്. അല്ലെ, സാധാരണഗതിയിൽ നമ്മൾ ചിത്രത്തിൽ കാണാറുണ്ട് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ താങ്ങി നിൽക്കുന്ന ഹെർക്കുലീസ് എന്ന് പറയുന്ന ആളുടെ ചിത്രം. ഈശ്വരൻ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ വലിയ ശക്തിയെടുത്ത് കഷ്ടപ്പെട്ട് താങ്ങി നിർത്തുകയാണ് എന്ന് അവരുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഭഗവാന്റെ ശക്തിയുടെ ഒരു അംശം മാത്രം മതി. ഭഗവാൻ ഇത് നേരിട്ട് വന്ന് താങ്ങി നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല. ഭഗവാന്റെ ശക്തിയുടെ ഒരു അംശം കൊണ്ട് മാത്രമാണ് ഈ മുഴുവൻ ജഗത്തും, പ്രപഞ്ചങ്ങൾ, കൊടാനുകോടി പ്രപഞ്ചങ്ങളുള്ള ഈ മുഴുവൻ ജഗത്തും നിലനിൽക്കുന്നത്. ഈ മുഴുവൻ ജഗത്തിനെയും നിലനിർത്തുന്ന ആ ഏകാംശം ആരാണ്? ഭഗവാന്റെ ആ ഏകാംശ വിസ്തരണം ആരാണെന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്. അല്ലെ, ഈ മുഴുവൻ ജഗത്തിനെയും നിലനിർത്തുന്നത് ആരാണ്? മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്നാണ് ഈ മുഴുവൻ പ്രപഞ്ചങ്ങളും പുറത്തേക്ക് വരുന്നത്. ആ മഹാവിഷ്ണു ആരാണ്? ഭഗവാന്റെ ഒരു അംശമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ രഹസ്യജ്ഞാനമാണ്. അല്ലെ, ഗുരുപരമ്പരയിലൂടെ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ, കൃഷ്ണൻ ആരാണ് എന്നുള്ള കാര്യം. കൃഷ്ണൻ ആരാണെന്ന് വളരെ കൃത്യമായിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഗുരുപരമ്പരയിലൂടെ ശ്രവിച്ചിട്ടില്ലെങ്കിൽ അതൊന്നും മനസ്സിലാവുകയില്ല. ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണ്? വിഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഭഗവാന്റെ ഒരു അംശമായിട്ടുള്ള മഹാവിഷ്ണുവാണ് ഈ മുഴുവൻ ജഗത്തിനെയും നിലനിർത്തുന്നത് എന്ന് ബ്രഹ്മസംഹിതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ജഗദണ്ഡകോടി യക്കാരണാർണവ ജലേ ഭജതി സ്മയോഗ നിദ്രാമനന്ത ജഗദണ്ഡസ രോമകൂപ ആധാരശക്തിം അവലംബ്യ പരാം സ്വമൂർത്തിം ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി യത്സൈക നിശ്വസിത കാലമധാവലംബ്യ ജീവന്തി ലോമ വിലജാ ജഗദണ്ഡനാഥ വിഷ്ണുർ മഹാൻ സ ഇഹയസ്യ കലാവിശേഷോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി എന്ന് പറയും. ആ മഹാവിഷ്ണുവിന്റെ ഒരു നിശ്വാസകാലമാണ് ജഗദണ്ഡനാഥനായിട്ടുള്ള ബ്രഹ്മാവിന്റെ ജീവിതകാലം എന്ന് പറയും. ആ വിഷ്ണു ആരാണ്? വിഷ്ണുർ മഹാൻ. ആ മഹാവിഷ്ണു ആരാണ്? വിഷ്ണുർ മഹാൻ സ ഇഹയസ്യ കലാവിശേഷം. ഭഗവാന്റെ കലയാണ് മഹാവിഷ്ണു. കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്തരണത്തിനെയാണ് കല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അങ്ങനെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദേവന്മാരിൽ ഒരു വ്യക്തിയായിട്ട് കണക്കാക്കുന്നത്. അല്ലെ, ഒരു ദേവനാണ് കൃഷ്ണൻ എന്ന് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവിന്റെയും ഉറവിടമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ബ്രഹ്മസംഹിതയിൽ പറയുന്നു, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. ഈ മുഴുവൻ ജഗത്തിന്റെയും കാരണം മഹാവിഷ്ണുവാണ്. ആ കാരണത്തിന്റെയും കാരണമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അത് വളരെ വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾക്കത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സാധാരണഗതിയിൽ. പക്ഷെ ഭക്തന്മാരിൽ നിന്ന്, ഗുരുപരമ്പരയിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് ഭഗവാന്റെ പൊസിഷൻ എന്നിവിടെ ഭഗവാൻ വ്യക്തമാക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ പൊസിഷനെ കുറിച്ച് നമ്മൾ അറിയാതിരിക്കുന്നത് വലിയ ഒരു മിസ്റ്റേക്കാണ്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഭഗവാനെ മാത്രം ആരാധിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അല്ലെ, കാരണം ഭഗവാൻ മാത്രമാണ് ആരാധ്യയോഗ്യനായിട്ടുള്ളത്. കോടാനുകോടി ബ്രഹ്മാക്കന്മാരെയും കോടാനുകോടി മഹാദേവന്മാരെയും ഭഗവാൻ സൃഷ്ടിക്കുന്നുണ്ട്. അല്ലെ, ഓരോ പ്രപഞ്ചത്തിലും ഓരോ ബ്രഹ്മാക്കന്മാരുണ്ട്. എത്ര പ്രപഞ്ചമുണ്ട്? കോടാനുകോടി പ്രപഞ്ചം. കോടാനുകോടി മഹാദേവന്മാരുമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള എല്ലാ ഈശ്വരന്മാരുടെയും ഈശ്വരനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഈശ്വര പരമകൃഷ്ണ. എല്ലാവരും ഈശ്വരന്മാരാണ്, ചെറിയ ചെറിയ ഈശ്വരന്മാർ. പക്ഷെ അവരുടെയൊക്കെ ഈശ്വരനായിട്ടുള്ള ഭഗവാൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അതാണ് ശ്രീല പ്രഭുപാദർ എപ്പോഴും പറയുന്നത്, ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. എല്ലാ ഈശ്വരന്മാരുടെയും തലവനായിട്ടുള്ള ഈശ്വരൻ അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രീല പ്രഭുപാദർ പറയുന്ന സമയത്ത് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. വിഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്.
ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഭഗവാന്റെ ഓരോരോ വിഭൂതികളെയും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അല്ലെ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ പൊസിഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ എല്ലാ വിഭൂതികളും മനസ്സിലാക്കുന്നതിന് തുല്യമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകങ്ങൾ വായിക്കാം. ഇപ്പോൾ വായിച്ച ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. ശിവരാമൻ പ്രഭുജി പറഞ്ഞോ. ഞാനിപ്പോ ഈ വാദിച്ച ശ്ലോകങ്ങളിലത്തെ അല്ല കേട്ടോ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ വിഷ്ണു സഹസ്രനാമം ഉണ്ടല്ലോ, അപ്പൊ നമ്മളത് ഇപ്പൊ ഭഗവാൻ കൃഷ്ണ